നമസ്കാരം. ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഇനി പറയുന്നത്. ഞാൻ എങ്ങനെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പലതും ഞാൻ വേണ്ടാതെ ചിന്തിക്കും. എനിക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട്. ആ ചിന്ത ഉറങ്ങാൻ പോകുമ്പോഴും എന്നെ വേട്ടയാടാറുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് കെ ജയകുമാർ സാർ കുട്ടികൾക്കായി ഒരു പടം സംവിധാനം ചെയ്തല്ലോ, വർണ്ണച്ചിറകുകൾ. 16 mm അത് ചിത്രീകരിച്ചത്. ഒറീസയിൽ നിന്ന് വന്ന ക്യാമറ വെച്ച് 16 mm ക്യാമറയിലാണ് ചിത്രീകരിച്ചത്. മദ്രാസിൽ അത് ഡെവലപ്പ് ചെയ്ത് പ്രസാദ് ലാബിൽ പ്രിൻ്റ് അടിച്ച് സീൻ ഓർഡറിൽ സോർട്ട് ചെയ്ത് ശരിയാക്കി തിരുവനന്തപുരത്ത് കൊണ്ടുവരണം ഡബ് ചെയ്യാൻ. ജയകുമാർ സാറ് അന്ന് ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിലെ. നിന്ന് തിരിയാൻ സാറിന് സമയമില്ല. ഫയലുകൾ ഒപ്പിടുന്നത് പോലും ലൊക്കേഷനിലിരുന്നായിരുന്നു. സീൻ ഓർഡർ ചെയ്യാനായി ഞാൻ മദ്രാസിലേക്ക് പോയി. അക്കാലത്ത് നമ്മുടെ നിർമ്മാതാവ് ജി സുരേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിലായത്ത് ബുദ്ധയുടെ നിർമ്മാതാവായ സന്ദീപ് സേനൻ്റെ അച്ഛൻ ചന്ദ്രസേനൻ നായരാണ് ഈ പടം വർണ്ണച്ചിറകുകൾ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സുരേഷ് കുമാർ മദ്രാസിലാണ് താമസം, കുടുംബസമേതം മേനകയും 2 പെൺകുട്ടികളുമായിട്ട് മദ്രാസിലാണ് താമസിക്കുന്നത്. 2 ദിവസം കൂടുമ്പോൾ ഞാൻ ആട്ടോ പിടിച്ച് സുരേഷിൻ്റെ താമസ സ്ഥലത്ത് ചെല്ലും. എനിക്ക് അടുത്ത 2 ദിവസത്തേക്ക് ചിലവിനുള്ള കാശ് സുരേഷിൻ്റെ നിന്ന് വാങ്ങിയിട്ട് ആ ആട്ടോയിൽ തന്നെ ഞാൻ മടങ്ങും. 2 നിലയുള്ള ഒരു കെട്ടിടത്തിൽ 2ാം നിലയിലാണ് സുരേഷിൻ്റെ താമസം. ഒരു നാൾ ഞാൻ ഇതുപോലെ കാശ് വാങ്ങാൻ ആട്ടോയിൽ ചെന്നിറങ്ങുമ്പോൾ സുരേഷ് താമസിക്കുന്നതിൻ്റെ നേരെ താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന അമ്മയും മകളുമായി പൊരിഞ്ഞ വഴക്കും അടിയും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ പോരാടുന്ന കരയുന്ന പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് ഞാൻ. എവിടെ വച്ച്, അതാരാണ് ഇവളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പടിക്കെട്ട് കയറി മേളിൽ ചെന്നപ്പോൾ സുരേഷിനോട് തന്നെ ഞാൻ തിരക്കി, അതാര്, നിനക്കറിയില്ലേ? അത് മറ്റേ സിനിമയിൽ റോസ് പൗഡറും കണ്ണുരുട്ടലും വിഗ്ഗുമായിട്ട് നടക്കുന്ന ഒരു സംവിധായകൻ്റെ പ്രേതപ്പടമില്ലേടാ. ഞാനോ അതിലെ പ്രേതം അവളാണ്. എനിക്ക് അയ്യോ ഇതാണ് കൊച്ച് എന്ന് അരച്ച്, ഇതെന്താ ഇവർ മമ്മിയും മോനും കൂടെ, അതെന്നും ഇങ്ങനെ തന്നെ തള്ള ആവശ്യമില്ലാതെ ആ പെണ്ണിനെ വിറ്റ് കാശുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നതാണെന്നാണ് അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയോ ആണ്. എന്നും അമ്മയും മോളും കൂടെ അടിയാണ്. കാശ് വാങ്ങി മടങ്ങുമ്പോഴും വീട്ടിൽ കരഞ്ഞുകൊണ്ട് വഴക്കിട്ട് അടിപിടി കൂടുന്ന യുവ നായികയായിരുന്നു എൻ്റെ മനസ്സിൽ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കേട്ട വാർത്ത, അവൾ ആത്മഹത്യ ചെയ്തു. കാരണം ആർക്കും അറിയില്ല. പ്രേമപരാജയമെന്ന് എന്താണ് അക്കാലത്തൊക്കെ പറഞ്ഞത്. പാവം, ഒന്നും ജീവിതത്തിലാവാത്ത കൊച്ച്, നല്ല സുന്ദരിയല്ലേ, ആത്മഹത്യ ചെയ്തു. ഞാനപ്പോൾ ചിന്തിച്ചത്, ഈ പാവത്തിനെ മലയാളത്തിൽ കൊണ്ടുവന്നവൻ പെണ്ണ് എന്ന് എഴുതി കാണിച്ചാൽ കമഴ്ന്ന് വീഴുന്ന സാറാണ്. ഈ ഹതഭാഗ്യയായ പെങ്കൊച്ചിന് അവസരം കൊടുത്തിട്ട് ഈ സംവിധാന ദ്രോഹി ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനടക്കം തനിക്ക് വളരാൻ വേണ്ടി സഹായം ചെയ്യുമെന്ന് കരുതിയവർക്കൊക്കെ അവളെ ചെറുപ്രായത്തിൽ കാഴ്ചവെച്ചു. അവൾ ആത്മഹത്യ ചെയ്തു എന്നറിയുമ്പോൾ ഈ പെണ്ണുപിടി എൻ്റെ മനസ്സിൽ എന്തായിരിക്കും എന്ന ചിന്തയാണ് എന്നെ അലട്ടിയത്, അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചത്. ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുള്ള ഒരമ്മയും അതിസുന്ദരിയായ ഒരു മകളും ഭാഗ്യം തേടി സീരിയലുകളിൽ അഭിനയിക്കാൻ തലസ്ഥാനത്തെത്തി. സീരിയലുകളിൽ ശ്രദ്ധേയായി. അവിടുന്ന് അവൾ സിനിമയിലേക്ക് പോയി. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്കിലെ DD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത തനി ഗ്രാമീണരായ 2 പാവങ്ങളാണ് ആ അമ്മയും മകളും. ഒരു സിനിമയിൽ സൂപ്പർ താരത്തിൻ്റെ പെങ്ങൾ കുട്ടിയാക്കി ഇവളെ. പക്ഷെ ആദ്യമേ പറഞ്ഞു, സഹകരിക്കണം, നിവൃത്തികേട് കൊണ്ടാവാം ആ പെൺകുട്ടി നായക താരത്തിനും അമ്മ നിർമ്മാതാവിനും വഴങ്ങിക്കൊടുത്തു. സന്തോഷമായി വഴങ്ങിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ശമ്പളത്തിന് പുറമെ 2 വില കൂടിയ ഫോണുകൾ വാങ്ങി നിർമ്മാതാവ് അമ്മയ്ക്കും മകൾക്കും പാവം കിട്ടാതിരിക്കാനായി വാങ്ങിക്കൊടുത്തു. ഓരോ ഫോണ് വാങ്ങിക്കൊടുത്തു പ്രത്യുപകാരമായിട്ട്.
കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അറിയുന്നത് ആ പാവം പെൺകുട്ടി മാരക രോഗത്തിന് അടിമയായി. ഇഞ്ചിഞ്ചായി മരണത്തിലേക്ക് അവൾ നടന്നെടുത്തു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത്, തങ്ങൾ ഉപയോഗിച്ച ആ പെൺകുട്ടി ജീവൻ നിലനിർത്താനായി പലതവണ നല്ല പണം മുടക്കി ഓപ്പറേഷനുകൾ നടത്തുന്നത് അറിയുമ്പോൾ ഈ സൂപ്പർ താരമോ ഈ നിർമ്മാതാവോ 10,000 രൂപയെങ്കിലും അവളെ സഹായിച്ചിരിക്കുമോ എന്നായിരുന്നു എൻ്റെ ചിന്ത. മരണത്തോട് ഫൈറ്റ് ചെയ്ത് ഒരു നാൾ അവൾ തോറ്റുകൊടുത്തു. ചലനമറ്റ് കിടക്കുന്ന, വശീകരിക്കുന്ന കണ്ണുകളും വിടർന്ന ചിരിയുമുള്ള, തലമുടി നല്ല കൊഴുത്ത തലമുടിയുള്ള, കറുത്ത് കൊഴുത്ത നല്ല തലമുടിയുള്ള, റേഡിയേഷനൊക്കെ ചെയ്തതെല്ലാം പൊഴിഞ്ഞുപോയി. ആ പാവത്തിനെ നിലത്ത് വിരിച്ച വാഴയിലയിൽ അങ്ങനെ കിടത്തിയിരിക്കുന്നു. അവൾ നിശബ്ദയായി കിടക്കുന്ന കാഴ്ച എൻ്റെ ഹൃദയത്തെ വല്ലാതെ നോവിച്ചു. ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ ദുരുപയോഗം ചെയ്തിട്ട് 2 ഫോൺ വാങ്ങിക്കൊടുത്ത ആ ദ്രോഹികളെ പറ്റിയാണ് ഞാൻ ആലോചിച്ചത്. അടുത്തൊരു പെണ്ണിനെ കീറിപ്പറിക്കുമ്പോൾ ഈ പറഞ്ഞ മുഖങ്ങൾ ഓർക്കാറുണ്ടാകുമോ ഈ കാമപ്രാന്തന്മാർ എന്നായിരുന്നു അപ്പോൾ എൻ്റെ ചിന്ത. അടുത്ത കഥ. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന കാലമാണിപ്പോൾ. ഫേസ്ബുക്കും വാട്സാപ്പും യൂട്യൂബും വന്നതിൻ്റെ പുരോഗതിയാണത്. ആർക്കും ആരെയും എന്തും പറയാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. പൈപ്പ് ഗംഗാധരൻ എന്ന് മലയാളികൾ ആക്ഷേപിച്ച, അതായത് എവിടെ റോഡുണ്ടോ അവിടെ എല്ലാം പൈപ്പ് കുഴിച്ചിട്ട് വെള്ളം മാത്രമില്ല, അങ്ങനെ പറഞ്ഞ MP ഗംഗാധരൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ പൈപ്പ് ഗംഗാധരൻ മകളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചയച്ചു. മന്ത്രി അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ അത് കേസായി. അവസാനം മന്ത്രി MP ഗംഗാധരന് രാജിവെക്കേണ്ടി വന്നു. കലാകൗമുദിയിൽ അന്ന് സ്ഥിരമായി എഴുതുന്ന ആളാണ് MP നാരായണപിള്ള. MP ഗംഗാധരനും MP നാരായണപിള്ളയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ നാരായണപിള്ള സാറ് MP ഗംഗാധരനെ ന്യായീകരിച്ചു. അതെങ്ങനെ ന്യായീകരിച്ചു എന്ന് ചോദിച്ചാൽ, 16-17 വയസ്സായുള്ളെങ്കിലും ആ പെൺകുട്ടിക്ക് എന്താ പറയുക, ശാരീരിക ബന്ധമടക്കമുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വേണം എന്ന് അവളുടെ ശരീരം ആവശ്യപ്പെട്ടാൽ അത് 18 വയസ്സ് കഴിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാൻ ഏത് നിയമത്തിന്, ഏത് കോടതിക്ക് അധികാരം എന്നൊക്കെ ചോദിച്ച്, അതായത് നമ്മൾ പൊതുവേ പറയുന്നതിന് നേരെ ആൻറ്റിയായിട്ട് നാരായണപിള്ള സാർ എഴുതും. അദ്ദേഹം അങ്ങനെ കലാകൗമുദിയിൽ ആർട്ടിക്കിൾ എഴുതി. വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതിൽ ന്യായമുണ്ടല്ലോ എന്നെനിക്ക് തോന്നി. പ്രായപൂർത്തിയാകുന്നത് അവരവരാണ് തീരുമാനിക്കാൻ. ആ കുട്ടിക്ക് ലൈംഗികമായ കാര്യങ്ങൾ വേണം എന്ന് മനസ്സിൽ തോന്നിയാൽ അവൾ പ്രായപൂർത്തി ആയില്ല എങ്കിലും അവൾ കിട്ടും. അതിന് നിയമത്തിനെന്ത് കാര്യം എന്നാണ് നാരായണപിള്ള സാർ ചോദിച്ചത്. ഇങ്ങനെ വരട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ. പുതിയ ഭാരതീയ നിയമസംഹിത പ്രകാരം ഏത് പെണ്ണിനും ഒരാണിനെ കുരുക്കാൻ ഒട്ടും പ്രയാസമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മുതലെടുക്കാൻ കുബുദ്ധിയുള്ള ആർക്കും കഴിയുകയും ചെയ്യും. ഭരിക്കുന്നവരെ പിന്തുണയ്ക്കുന്നു എന്ന് അഭിനയിക്കാൻ കഴിയുന്ന ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇവിടെ എന്തും നടക്കും. എത്ര ഉദാഹരണം വേണമെങ്കിലും അതിനു വേണ്ടി പറയാൻ പറ്റും. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടിന് 2 വീടുകൾക്ക് മുമ്പ് ഞാൻ താമസിച്ചിരുന്നിടത്ത് എൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്ത് ഒരു ഡ്രൈവർ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. സ്വന്തമായി കാറൊക്കെ ഉണ്ട്. നല്ല സുമുഖനായൊരു ചെറുപ്പക്കാരൻ. കുറേ നാൾ അവനെ കാണാതായി. അപ്പോൾ എൻ്റെ വീട്ടുടമസ്ഥൻ എൻ്റെ വീടിൻ്റെ പുറകിലത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെ ഒരു SBIയിൽ നിന്ന് പെൻഷനായ ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു, മാമ ഈ ഡ്രൈവർ അങ്ങോട്ട് പോയി, കുറേ ദിവസമായിട്ട് ലൈറ്റൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അതൊരു കഥയാണ്. ഏട്ടെന്താ, അവൻ്റെ ഭാര്യ ഗൾഫിൽ നേഴ്സാണ്. ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് തോന്നുമ്പം ലീവിന് വരും. അങ്ങനെ വന്നപ്പോൾ ഇനി ജോലിക്ക് പോകണ്ട, ഗൾഫിലേക്ക് പോകണ്ട, ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ ജോലി വാങ്ങാം, മോൾ ഇവിടെ നന്നായിട്ട് മലയാളം പഠിച്ച് വളരട്ടെ എന്ന് ഭർത്താവ് വാശി പിടിച്ചു. ഇവളെന്ത് ചെയ്തെന്ന് വെച്ചാൽ, സ്വന്തം അച്ഛൻ മകളെ 10 വയസ്സോ 8 വയസ്സോ ഉള്ള കുട്ടിയാണ്, ആ മോളെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് പോക്സോ കേസ് കൊടുത്ത് ഇവനെ തട്ടി അകത്താക്കാനായിട്ട്, എന്നിട്ട് അങ്ങ് പോകാമല്ലോ, കേസ് ഫയൽ ചെയ്യും. പോലീസ് ഇയാളെ അന്വേഷിച്ച് വരികയും ചെയ്തപ്പോൾ ഇയാൾ മുങ്ങി.
15 ദിവസം എന്തോ പുറത്ത് കണ്ണൂരോ എവിടെ പോയി നിന്നിട്ടാണ് ഈ മാമനെ വിളിക്കുന്നു, ഹൗസ് ഓണറെ, എന്നെ ഒന്ന് സഹായിക്കണം, നീ വാ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം വലിയ മനസ്സുള്ളവനാണ്. കാരണം അദ്ദേഹം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ഈ ചെറുപ്പക്കാരൻ ആ 8 വയസ്സായ സ്വന്തം മോളെ ഒന്നും പീഡിപ്പിച്ചിട്ടില്ല, ഈ പെണ്ണിന് അവൾക്ക് ഗൾഫിൽ തന്നെ പോകണം, അവിടെ അവൾക്ക് വേറെ എന്തോ ബന്ധമുണ്ട്, അത് ഊട്ടി ഉറപ്പിക്കാനായിട്ട് അവൾക്ക് പോകണം, അതിന് ഈ മോളെ കൊണ്ട് കള്ളം പറയിച്ചാണെന്ന് പറഞ്ഞ് അവസാനം ആ പയ്യന് ജാമ്യം കിട്ടി. ആ കേസ് തീർന്നോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, അതിനുമുമ്പ് ഞാൻ വീട് മാറിയല്ലോ. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പെൺവിഷയത്തിൽ ലോക അലുമ്പനായ ഒരു സംവിധായകൻ എന്നല്ല ഇയാളെ വിളിക്കേണ്ടത്, ഒരു എംബോക്കി. നമ്മളിത് പറയുന്ന മുഴുവൻ എല്ലാം മോശം കഥകളാണ്. ഒരു പെണ്ണിനെ വളച്ചെടുത്തു. അടുത്ത പടത്തിൽ നീയാണ് നായിക എന്ന് പറഞ്ഞ് സർക്കാർ കൊടുത്ത ഫ്ലാറ്റിൽ 1 വർഷത്തിലധികം അവളെ പെരുമാറി. അവളുമായിട്ട് പൊറുതിയായിരുന്നു തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ. യാത്രയാണെങ്കിൽ സ്വന്തം കാറിൽ, സർക്കാരിൻ്റെ ചുവന്ന ബോർഡ് വെച്ച കാറിലാണ് ഈ പെൺകുട്ടിയും യാത്ര ചെയ്യുന്നത് 1 വർഷമായിട്ട്. മടുത്തപ്പോൾ ആ പെൺകുട്ടിയെ മടുത്തപ്പോൾ അയാൾ അവളെ പതുക്കെ തഴഞ്ഞു. പുതിയ പടത്തിൽ നായിക ആക്കാം, എനിക്ക് 1 വർഷം സഹകരിച്ചാലെന്ന് പറഞ്ഞാണ് കൊണ്ടു നടന്നത്. അയാൾ നായികയാക്കിയില്ല എന്ന് മാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷം പോലും ആ പെൺകുച്ചിന് കൊടുത്തില്ല. അവൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി കൊടുത്തു. അതും ഭാര്യ ഭർത്താക്കന്മാരായ ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനും മരുമകളും കൂടി നടത്തുന്ന വക്കീൽ ഓഫീസ് വഴിയാണ് നോട്ടീസ് അയച്ചത്. അതിൽ വേറൊന്നും അവൾ പറഞ്ഞില്ല. ഞാൻ 1 വർഷമായി എന്നെ അയാളുടെ പുതിയ പടത്തിൽ നായികയാക്കാമെന്ന് പറഞ്ഞാൽ എന്നെ ഉപയോഗിച്ചു. എന്നിട്ട് അയാൾ എന്നെ വിട്ടിട്ട് അയാൾ വേറെ ആളിനെ വെച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം, ഇതാണ് കത്ത്. അതിലെന്തെന്ന് വെച്ചാൽ അവൾ ഒരു കാര്യം കൂടെ എഴുതി. ഇയാൾ വെറും ഒരു അലുമ്പനാണ്. ഈ പടത്തിന് തൊട്ട് മുമ്പ് ചെയ്ത ഒരു സിനിമയിൽ അയാൾ ഒരുപാട് പേരെ ഉപയോഗിച്ച കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്തതും പ്രായപൂർത്തിയായി എന്ന് പറയാവുന്ന 2 കുട്ടികളെയും ദുരുപയോഗം ചെയ്തു. എനിക്ക് അത് വ്യക്തമായിട്ട് അറിയാം, എന്നോട് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവൾ ആ പരാതിയിൽ എഴുതിയിട്ടുണ്ട്. ഇത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഇതെല്ലാം എഴുതി പെൺകുട്ടി അയച്ചു കൊടുത്തല്ലോ. ഇതറിഞ്ഞിട്ട് എവിടുന്നോ മണത്തറിഞ്ഞിട്ട് ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാർ ഈ സംവിധായകനെ വിളിച്ചു. സംവിധായകൻ എന്നല്ല അവനെ പറയണ്ട, എംബോക്കിയെ. ഇങ്ങനെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ പേരിലൊരു കേസ് വന്നിട്ടുണ്ടല്ലോ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തു. അങ്ങനെ ചെയ്യാനുള്ള വകുപ്പ് കേരളത്തിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ? ഒരാളെ കൊന്നിട്ട് ഞാനത് സെറ്റിൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഞാനത് സെറ്റിൽ ചെയ്തു എന്ന് പറയാൻ പറ്റും? പൈസയുടെ കൊഴുപ്പുണ്ട്. ഇത് ലൈവായിട്ട് ജനൻ ടി വിയുടെ വാർത്തയിൽ പോയി. എന്നിട്ട് എന്നെ വിളിച്ച് ചോദിച്ചു, അനിൽ നമ്പ്യാർ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ കർക്കശമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അനിൽ നമ്പ്യാരോട് വിശദമായി പറയാൻ പറ്റില്ല, കാരണം അനിൽ നമ്പ്യാരുടെ ജനൻ ടി വി എന്ന് പറയുന്നത് BJPയുടെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സംയമനം പാലിച്ചു എന്ന് പറയാം. ഇതറിഞ്ഞ ഒരു യൂട്യൂബ് ചാനലുകാരൻ എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എംബോക്കിയുടെ ഔദ്യോഗിക ബോർഡ്, ചുവന്ന ബോർഡ്, സർക്കാർ ബോർഡ് തിരിച്ചു വാങ്ങണം, ഈ അധമനെതിരെ കേസെടുക്കണം. ഇത് രണ്ടും എൻ്റെ സർക്കാർ ചെയ്യില്ല എന്നാണ് എനിക്ക് ഉറച്ച വിശ്വാസം. അങ്ങനെ സർക്കാർ ചെയ്തില്ല എങ്കിൽ മലയാളി എവിടെ ക്യാമറ കൊണ്ട് വെച്ചാലും എടുത്തുകൊണ്ട് പോടാ പുല്ലേന്ന് പറയണമെന്ന് ഞാൻ ആ ചാനലുകാർക്ക് ബൈറ്റ് കൊടുത്തു.